ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭയിലും ഒറ്റപ്പെട്ട് ഇസ്രായേലിനെ കൈവിട്ട അമേരിക്കയും തങ്ങളെ വിമർശിക്കുന്ന നിലപാടിനൊപ്പം ചേർന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല, അയ്യോ പാവ അമേരിക്ക വലിയേട്ടൻ നമുക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ GCC കൺട്രീസിന് വേണ്ടിയിട്ട്, ഖത്തറിന് വേണ്ടിയിട്ട് ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ട് ഐക്യരാഷ്ട്ര സംഘടനയിലൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാന്നൊക്കെ പറയുമ്പോൾ ഇത്ര വലിയ കാര്യമല്ലേ, ഇത് ഗ്രേറ്റ് അമേരിക്ക എന്നൊക്കെ നമുക്ക് തോന്നൂലേ. ഇതേപോലെ അമേരിക്കനെ വിശ്വസിച്ച ഒരുത്തൻ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒന്നുമല്ല, നമ്മുടെ അടിജി തന്നെ അവസാനം എന്തായിട്ട് ഇപ്പൊ മൂഞ്ചി തെറ്റിയിരിക്കുന്നുണ്ട്. അവിടെ ഇല്ല, ഇവിടെ ഇല്ല, എവിടെ ഇല്ലാത്ത അവസ്ഥ. ഇതൊക്കെ തന്നെയാണ് ഈ അമേരിക്കൻ അമ്പിക്കഴിഞ്ഞാൽ. അമേരിക്ക ട്രംപ് എന്നുള്ളതല്ല, അമേരിക്കയുടെ പോളിസീസ്, അമേരിക്കന്റെ എന്താ പറയാ പ്രസിഡന്റ് അഡ്മിനിസ്ട്രേഷനെ നിങ്ങൾ അങ്ങോട്ട് അമ്പിക്കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പന്മാര് നിങ്ങളുടെ മൂട്ടിലിട്ട് കടിഞ്ഞും പൊട്ടിക്കും. അതാണ് ഈ അമേരിക്ക എന്ന് പറഞ്ഞ സംഭവം. ഈ ലോക പോലീസാണ്, ലോകത്തിനെ നിയന്ത്രിക്കുന്നവന്മാരാണ്. പല സ്ഥലങ്ങളിൽ എന്താ പറയുക സഹായങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്, പല കൺട്രീസിനും അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നമ്മളൊക്കെ അതേപോലെ ഇങ്ങനെ അടക്കി പിടിച്ചിട്ടുണ്ടല്ലോ. നമ്മളിങ്ങനെ മറ്റേ കുഞ്ചിരാമന്മാരെ ചാടി കളിപ്പിക്കില്ല, ചാടിക്കളിക്കട്ടെ കുഞ്ചിരാമ എന്നും പറഞ്ഞ പോലെ ഇവന്മാരിങ്ങനെ ചാടിപ്പിക്കും. ഇപ്പൊ ഇന്ത്യ ചാടിക്കൊണ്ടിരിക്കാം. ഇവന്റെ കൂടെ കൂടി നമ്മൾ ഈ തീ കായണ പോലെ നിൽക്കണം ശരിക്കും ഈ അമേരിക്കനോടൊക്കെ. അങ്ങോട്ട് എടുക്കാനും പാടില്ല, ഒട്ടോട്ട് വെക്കാനും പാടില്ല. പക്ഷെ അതിന് പകരം നമ്മുടെ മോദിജി മേരാ ഫ്രണ്ട് മേരാ അത് എന്തായിരുന്നു അല്ലേ, ട്രംപിന് വേണ്ടിയിട്ട് US പോയിട്ട് പ്രചരണം ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് പൂജ, ഇവിടെ കിടന്ന് പുഷ്പാർച്ചന, ദീപാർച്ചന, ശത്രു സംഹാർച്ചന, എല്ലാ അർച്ചനയും. എന്നിട്ട് അവസാനം ഇപ്പൊ എന്തായി? ഇതാണ് അവസ്ഥ. ഇവനെ ഈ എല്ലാം അമ്പിക്കഴിഞ്ഞാല് അവസാനം എവിടെ ഇല്ലാണ്ട് ഇങ്ങനെ കയ്യാലപ്പുറം തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലോട്ട്. അതാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ. അത് തന്നെയാണ് ഇപ്പൊ ഖത്തറിന്റെ അവസ്ഥ. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ ഇപ്പൊ എന്താ പറയാ UN പോയിട്ട് അമേരിക്ക അങ്ങനെ ഖത്തറിന് വേണ്ടിയിട്ട് ഇത്ര സങ്കടമൊക്കെ പൊഴിഞ്ഞ് കണ്ണീരും പിഴിച്ചിലും കരച്ചിലും ഒക്കെ തന്നെയാണ്. അതേ അമേരിക്ക തന്നെയാണ് അവിടെ ബോംബിട്ട സമയത്ത് ഇസ്രായേൽ വന്ന് കറക്റ്റായിട്ട് പറഞ്ഞു, ഞങ്ങൾ അമേരിക്കനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ വക്താവ് തന്നെ വന്ന് പറഞ്ഞു, എന്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഖത്തറിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ ഖത്തറിന്റെ പ്രധാനമന്ത്രി ഒന്ന് പറഞ്ഞു, ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, പണി കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ഇത് അറിഞ്ഞെന്നുള്ളത്. പിന്നെ അതിനേശം ഒരു വർത്താനമില്ല. പിന്നെ വേറൊരു സംഭവം വന്നിരുന്നു. എന്താ ട്രംപ് പറഞ്ഞിരുന്നത്? ചെറിയൊരു മിസ്കമ്മ്യൂണിക്കേഷൻ്റെ ഇടക്ക് വന്നിട്ടുണ്ട്. എത്ര സിമ്പിൾ ആയിട്ടല്ലേ ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് പോയിട്ട് 10 ബോംബിട്ട് പോന്ന് അത് ഇവരെ അറിയിച്ചിരുന്നു, അല്ലെങ്കിൽ ഇവരെ അറിയിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറയാം ചെറിയൊരു മിസ്കമ്മ്യൂണിക്കേഷൻ വന്നു എന്നാണ്. വളരെ സിമ്പിളായിട്ട് അമേരിക്ക അത് കഴുകി. എന്നിട്ട് ഇപ്പോഴും അമേരിക്കൻ അങ്ങനെ സ്തുതി പാടി നടക്കുന്ന നമ്മുടെ മീഡിയാസും, അല്ലെങ്കിൽ ഇതിങ്ങനെ ചുമ്മാ അടിച്ചു കയറ്റി വിടുന്ന നാണല്ലോടെ നിൽക്കുന്നു. അത് നമ്മുടെ മീഡിയാസിനെ പറഞ്ഞതല്ല, ഞാനൊരു മീഡിയനെ കുറ്റം പറഞ്ഞല്ല. പക്ഷേ ഇതൊക്കെ പച്ചക്ക് ഇങ്ങനെ കാണുമ്പോൾ മനുഷ്യൻ ഇങ്ങനെ കാണുകയാണ്. എല്ലാ സംഭവങ്ങളും ഇങ്ങനെ പുറത്ത് കാണുന്ന സമയത്ത് ഇപ്പോഴും ഇവനെ വലിയേട്ടനാക്കി കരുതി കൊണ്ട് നടക്കാൻ ഒരു ഇച്ചിരി കൊഴുപ്പ് വേണ്ട എങ്ങന്മാര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ ഒരു ഇറാൻ യുദ്ധം എന്ന സമയത്തും ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്ന സമയത്ത്, ഇപ്പം പലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ അമേരിക്ക എടുത്ത നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളത്, ഇന്ന് എന്തെടുക്കുന്നു, നാളെ എന്തെടുക്കുന്നു, മറ്റന്നാൾ എന്തെടുക്കുന്നു എന്നുള്ളത് ഒരു ഐഡിയ നമുക്ക് കിട്ടൂല. ഇപ്പൊ ട്രംപ് നമ്മുടെ താരിഫിന്റെ കാര്യത്തിൽ എന്താ അവസ്ഥ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ട്രംപ് എന്താ കംപ്ലീറ്റ് നമുക്കുള്ള ഇത് എന്താ പറയുക തീരുവ എല്ലാം എഴുതി വിട്ടു. അതിന്റെ നെക്സ്റ്റ് ഡേ വന്നിട്ട് മോദിജിനെ 4 വട്ടം ഫോൺ ചെയ്തു പറഞ്ഞു, മോദിജി ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം മോദിജി എന്റെ സുഹൃത്താണ്, ഇന്ത്യ ആയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും, നയതന്ത്ര ബന്ധങ്ങളും മറ്റു ബന്ധങ്ങളും ഞാൻ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മെഞ്ഞാന്ന് പോയിട്ട് യൂറോപ്യൻ യൂണിയനോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇന്ത്യക്കെതിരെ തീരുവ ഉണ്ടാക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ പുതിയ പ്രസ്താവന വന്നിട്ടുണ്ട്. G7 കൺട്രീസിനോട് പോയി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കെതിരെ തീരുവ ചുമത്തിക്കോളാൻ. ഇമ്മാതിരി ഒരു ഐറ്റത്തിനെയാണ് വലിയ ഏട്ടെന്നും പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ തലേ കയറ്റി നടന്നിട്ടുള്ളത്. അതൊക്കെ പോട്ടെ, ഈ ഗൾഫ് കൺട്രീസ് നമുക്കറിയാം, GCC കൺട്രീസിന് പൈസ മാത്രമേ ഉള്ളൂ, ഒരു വലിയ സൈന്യ സന്നാഹങ്ങളൊന്നും ഇവർക്കില്ല. ഇവർക്കൊന്നും ഒരിക്കലും ഇപ്പം എന്താ പറയുക അവിടെ പോയിട്ട് ഈ ഇറാനിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ പോയിട്ട് അവിടെ ഒരു യുദ്ധം ജയിച്ച് വരാനുള്ള ഒരു കൽപ്പൊന്നുമില്ല. പക്ഷേ ഇഷ്ടം പോലെ പൈസ, ദശലക്ഷക്കണക്കിൽ പൈസ കൊല്ലം അമേരിക്കന്റെ ബേസിന് വേണ്ടി ഇവന്മാർ ചെലവാക്കുന്നുണ്ട്. ഈ ബേസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ടെൻറ്റും കെട്ടി 4 അമേരിക്കൻ പട്ടാളക്കാർ ഇരിക്കുകയെന്നോ? അങ്ങനെയല്ല, കോടിക്കണക്കിൽ രൂപ ചെലവാക്കിയിട്ട് ഒരു വലിയ ഒരു ഏരിയ തന്നെ അവിടെ അങ്ങ് കൊടുത്തിരിക്കുകയാണ് ഇവർക്ക് വേണ്ടിയിട്ട്. അവിടെ 10,000 പട്ടാളക്കാരുണ്ട്, 10,000 US സോൾജേഴ്സ് ഉണ്ട്. അതിന് പുറമെ ഏതൊക്കെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെന്നറിയോ ഖത്തറിന്? നമ്മൾ പറയും അതായത് ഇസ്രായേൽ ഇത്രയും എയർ ഡോം ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, അവിടെ വലിയ സിസ്റ്റം ഉണ്ട്. അതിനേക്കാൾ വലിയ സിസ്റ്റം ഖത്തറിലുണ്ട്. ആ ഖത്തറിലുള്ള സിസ്റ്റങ്ങളുടെ പേര് ഒന്നല്ല, ഒരു 3-4 പാർട്ടായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ള രാജ്യമാണ് ഖത്തർ. USന്റെ ഏറ്റവും വലിയ ബേസ് ആയിട്ടുള്ള, US കഴിഞ്ഞാൽ USന് പുറത്തോട്ടുള്ള ഏറ്റവും വലിയ ബേസ് ആയിട്ടുള്ള കൺട്രിയാണ് ഖത്തർ. അവിടുത്തെ USന്റെ എയർ ബേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടും. ഞാൻ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്തിരുന്നത്. അതായത് ഖത്തറിലുള്ള USന്റെ എയർ ബേസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 US സപ്ലൈഡ് പാട്രിയോട്ട് PAC-3 ബാറ്ററീസ്. ഇതൊക്കെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് 11 US സപ്ലൈഡ് പാട്രിയോട്ട് PAC-3 ബാറ്ററീസ്, അങ്ങനെ 11 എണ്ണം. അത് കഴിഞ്ഞ് ഹൺഡ്രഡ്സ് ഓഫ് GEM-T ആൻഡ് PAC-3 ഇൻട്രാസെപ്റ്റേഴ്സ് ഉണ്ട്, 100 കണക്കിൽ. അതല്ലാണ്ട് പിന്നെ ഇവിടെ ഉള്ളത് NASAMS. ഈ NASAMS എന്ന് പറഞ്ഞത് ഈ നാഷണൽ അഡ്വാൻസ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം. അത് അവർക്ക് മാത്രമല്ല, പല വേറെ കൺട്രീസിനൊക്കെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ന്യൂ ജെൻ സാധനമാണ് ഖത്തറിൽ വെച്ചിട്ടുള്ളത്. ഇനി അതും കഴിഞ്ഞിട്ട്
പിന്നുള്ളത് ഇൻക്ലൂഡിങ് AMRAAAER വേരിയന്റ് ഡിപ്ലോയിഡ് ഫോർ ഫിഫ വേൾഡ് കപ്പിന്റെ സമയത്ത് ഈ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. AMRAAMER വേരിയന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം. ഇത്രയും എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ടുള്ള ആകെ ഒരു ഇത്തിരി പോകുന്ന കൺട്രിയാണ് ഖത്തർ. ചെറിയൊരു കൺട്രിയാണ്. ആകെ 25 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. 25 ലക്ഷത്തിൽ തന്നെ 8 ലക്ഷം ആൾക്കാർ വിദേശികളാണ്, ഇന്ത്യക്കാരടക്കമുള്ളത്. ഈ സ്ഥലത്ത് 10 വിമാനങ്ങൾ 10 ബോംബിംഗ് ആണ് അവിടെ വന്നിട്ട് ഇസ്രായേൽ നടത്തിപ്പോയിട്ടുള്ളത്. അതും ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത് എത്ര വിമാനങ്ങളാണെന്ന് നിങ്ങൾക്ക് അവരുടെ ഒരു ബോയിങ് സിസ്റ്റം വന്നിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ഒരു സിസ്റ്റമായിട്ടാണ് അവർ വന്നത്. അതിന്റെ കൂട്ടത്തിൽ F-35 വരുന്നുണ്ട്. F-35ന്റെ ഏറ്റവും കമ്പൈൻ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇസ്രായേലിന് വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ F-35 അമേരിക്കയുടെ പ്രൊഡക്റ്റ് ആണെന്നുള്ളതും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് അവർ വെൽ ഡിഫൈൻഡ് ആയിട്ട് കൊണ്ടുവന്ന ഒരു F-35 ആണ് മെയിൻലി വന്നിട്ട്. അതിന്റെ കൂടെ എന്താ പറയുക, അകമ്പടികളായിട്ട് വന്നിട്ടുള്ളത് F-15 F-16 ആയിട്ടുള്ള മറ്റ് ഫൈറ്റർ ജെറ്റുകളാണ്. അത് മാത്രമല്ല, ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമുക്കറിയാം, ഇവിടുന്ന് ഇസ്രായേലിന് ഖത്തറിലോട്ട് 12,500 കിലോമീറ്ററിന് മേലെ ദൂരമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അതായത് ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേറൊരു ബോയിങ് ഒരു ഫ്ലൈറ്റും ഇതിന്റെ കൂടെ പറക്കുക. ഇത്രയും ഫ്ലൈറ്റുകൾ ഒരുമിച്ച് വന്നിട്ടാണ് ഖത്തറിൽ പരിപാടി ചെയ്ത് പോയിട്ടുള്ളത്. അതായത് ഈ F-35 ഇവിടെ അവരുടെ മിസൈൽസ് അത് അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള മിസൈൽസ് വന്നിട്ട് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് F-15 F-16 റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും രീതിയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റോ വല്ലതും വരുന്നുണ്ടോ എങ്കിൽ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും നടന്നിട്ടില്ല. അവർ കൂളായിട്ട് അവിടെ സംഭവങ്ങൾ ഇട്ട് പോയി. ഇതെവിടെയാണ്? നമ്മൾ ഈ തുടക്കം പറഞ്ഞ അമേരിക്കൻ ബേസിന്റെ 4-5 കിലോമീറ്റർ തൊട്ടപ്പുറത്ത്. എന്നിട്ട് അമേരിക്കക്കാർ ഇത് അറിഞ്ഞിട്ടില്ല. അമേരിക്കന്റെ ഇത്രയും ഡിഫൻസ് സിസ്റ്റങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം കഴിഞ്ഞപ്പം ഞങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു എന്ന് വരെയുള്ള പറഞ്ഞിട്ട് പോലും ഇപ്പോഴും അവരെ താങ്ങുന്ന പല രാജ്യങ്ങളും ഉണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക ഖത്തറിന് വേണ്ടി സംസാരിക്കുന്നു. ഖത്തർ അങ്ങനെ, ഖത്തർ ഇങ്ങനെ. ഇസ്രായേലിനെതിരെ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ വിട്ട് സംസാരിക്കുന്നു. ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല. ഈ പറഞ്ഞ ഖത്തറിൽ ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ കുതന്ത്രം തന്നെയാണ്. ഇസ്രായേൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇസ്രായേൽ അത് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അമേരിക്ക അമേരിക്ക പറഞ്ഞു കൊടുത്ത് അമേരിക്ക അവരുടെ സിസ്റ്റം മാറ്റിവെച്ച് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതല്ലെങ്കിൽ അവരുടെ ബേസിലോട്ടും കാര്യങ്ങൾ അറിയിച്ച് നിങ്ങൾ മിണ്ടരുത്, ആ വഴിക്ക് പോകരുതെന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തിയിട്ട് ചെയ്ത വെൽ പ്ലാൻഡ് ആയിട്ടുള്ള അറ്റാക്ക് തന്നെയത്. എന്നിട്ട് ഇപ്പം പല ന്യൂസുകളിൽ അല്ലെങ്കിൽ പല ഇന്റർനാഷണൽ ചാനലുകളും വന്നിട്ട് അമേരിക്കനെ സ്തുതി പാടുന്ന ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ വെറും പുച്ഛം മാത്രമേ തോന്നുള്ളൂ. ഏതാണെങ്കിലും ഒരു ഉച്ചകോടി, അതായത് ഈ പറഞ്ഞ അറബ് ലീഗ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് എന്തോ ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല, ഡേറ്റ് ചേഞ്ച് ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും GCC കൺട്രിക്കാരെ നിങ്ങൾക്ക് നട്ടെല്ലും ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ ആൾക്കാരെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മാറ്റിയിട്ട് ഇറാനെ കണ്ടുപിടിക്കുക. ഇറാൻ എന്താ, നിങ്ങളുടെ അത്ര പോലും കാശോ ഒന്നുമില്ലാത്ത രാജ്യമാണ് ഇറാൻ. എന്നിട്ട് പോലും അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ എന്താണ്? 2 ബോംബ് അവിടെ കൊണ്ട് പൊട്ടിച്ചപ്പോഴൊക്കെ നെതന്യാഹു വരെ ബങ്കറിൽ പോയി ഒളിച്ചില്ലേ? നെതന്യാഹുവിന് വന്നിട്ടുണ്ടോ പുറത്തോട്ട് യുദ്ധം കഴിഞ്ഞവരെ? ഇല്ല. ഇടയ്ക്കൊരു പത്രസമ്മേളനം വിളിച്ചങ്ങ് 4 വെടി പൊട്ടിച്ച് പോകുന്നല്ലാണ്ട് ആ ചെറ്റ വരെ ഉള്ളിൽ ഒളിച്ചു. ഈ ഒരു അവസ്ഥയിൽ അവസാനം രണ്ടുപേരും എന്താ സമാസമായിട്ട് യുദ്ധം നിർത്തേണ്ടി വന്നില്ലേ? അപ്പൊ അതൊക്കെ കണ്ടുപഠിക്കും. നിങ്ങൾക്ക് ഈ ഷിയ മുസ്ലിമും ഈ സുന്നി ഷിയ ഇഷ്യൂസ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഇങ്ങനത്തെ കാര്യങ്ങളിലെങ്കിലും GCC കൺട്രീസ് ഒരുമിച്ച് നിന്നിട്ട്, അല്ല GCC മൊത്തം ഞാൻ പറയണ്ടേ, ഇസ്ലാമിക് കൺട്രി ഈ GCC കൺട്രീസ് ഒരുമിച്ച് നിർന്ന് ഇറാനെ പോലത്തെ ഒരു രാജ്യത്തിനെ ഒരു വലിയേട്ടനാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്നിട്ട് അവരോട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരെങ്കിലും നിങ്ങളൊക്കെ ഒരു ആൾക്കാർക്ക് പേടിയുണ്ടാവുമായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വന്ന ആൾക്കാർ ജോലി ചെയ്യുന്നത്, ഇപ്പൊ ഇന്ത്യൻസ് ആണെങ്കിലും ആരാണെങ്കിലും അവിടെ വന്ന് സുഖമായിട്ട് ജോലി ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളും അവിടെ ഇല്ല. നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നത്, സമ്പാദിക്കുന്നത്, പോരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നം വന്ന ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ? അറ്റ്ലീസ്റ്റ് ഈ GCC കൺട്രിക്കാരെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തൂടെ? ഇറാനെ പോലത്തെ രാജ്യത്തിനെ കൂട്ടിനെ വെച്ചിട്ട് അവരൊരു വലിയേട്ടനായിട്ട് കണ്ടിട്ട് അവർക്കറിയാം നന്നായിട്ട് എങ്ങനെ യുദ്ധം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു യുദ്ധം വരുമ്പം എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യണം, അതിന്റെ എല്ലാ നയതന്ത്രങ്ങളും വ്യക്തമായിട്ട് അറിയുന്ന രാജ്യമാണ് ഇറാൻ. അത് മാത്രമല്ല ഓരോ എക്യുപ്മെന്റ്സും ഓരോ ജെറ്റുകൾ എവിടെയൊക്കെ എന്തൊക്കെ പ്ലേസ് ചെയ്യണം എന്തൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന രാജ്യമാണ്. നിങ്ങൾ ഈ അമേരിക്കന്റെ ആസനവും നക്കിയിട്ട് അവർക്ക് ഇത്രയും കോടിക്കണക്കിൽ പൈസയും കൊടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായോ? എന്തെങ്കിലും ഒന്നുണ്ടായോ? നിങ്ങൾക്ക് ഒരു തേങ്ങ ഉണ്ടായിട്ടില്ല. ഒക്കെ പോട്ടെ, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ സമയത്ത് എന്തുകൊണ്ട് ഇറാൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അതേ ഈ പറഞ്ഞ ഖത്തറിൽ തന്നെ വന്നിട്ട് അമേരിക്കന്റെ ബേസിൽ ബോംബിട്ട് പോയില്ലേ? അതും അമേരിക്കനെ അറിയിച്ചിട്ട് എന്നിട്ട് അമേരിക്ക മിണ്ടിയോ? ഇല്ല. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ഇനി എന്നാതൊക്കെ പഠിക്കാൻ പോകുന്നത്? അറ്റ്ലീസ്റ്റ് ഈ വൈറ്റ്സ്, പ്രത്യേകിച്ച് യൂറോപ്യൻ ഈ പറഞ്ഞ വൈറ്റ്സ് അമേരിക്കൻസിന്റെ ആസനം നക്കാണ്ട്, അത് ഇപ്പോഴൊന്നല്ല നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്. ഈ അടിമത്തം മറ്റേത് പോയി മറിച്ചത് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവരുടെ ഒരു മേൽക്കോയ്മ അവരെല്ലായിടത്തും കൈ കടത്തി വെക്കുന്ന ഈ വൈറ്റ്സ്, അമേരിക്കൻ വൈറ്റ്സിന്റെയും അതുപോലെ യൂറോപ്യൻസിന്റെയും ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് അവരൊക്കെ മേലിൽ നിന്ന് ഇതുവരെ വിട്ടുപോയിട്ടില്ല. ആ ഒരു റേസിസം, അത് കളർ മാത്രമല്ല, അത് പല ഈ പ്രവിശ്യകൾ തിരിച്ചിട്ട് വരെ അവരുടെ റേസിസം ഉണ്ട്. അത് അവർ മാറ്റാനും പോകുന്നില്ല. അതുള്ളിടത്തോളം കാലം അവർ നിങ്ങളൊക്കെ നമ്മളെയും നിങ്ങളെയും എല്ലാവരും അവരുടെ അണ്ടറിൽ ഇങ്ങനെ നിർത്തും.
നമുക്ക് കിട്ടുന്ന കാശും ഇതൊക്കെ ഈ പറഞ്ഞ അമേരിക്കക്കും പറഞ്ഞ മറ്റുള്ള രാജ്യങ്ങൾക്കും കൊടുത്തിട്ട് നമ്മളില്ലാത്ത പൈസ അവർക്ക് കൊണ്ട് കൊടുത്ത് നമ്മളിവിടെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെക്കും. ഒരു യുദ്ധം വരുമ്പം തന്ത്രപരമായിട്ട് നമ്മുടെ അണ്ണാക്ക് തന്നെ അവന്മാരിട്ട് പൊട്ടിക്കുകയും ചെയ്യും. അതാണ് ഇപ്പം നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അമേരിക്കൻ്റെ ഈ ഒരു ആധിപത്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മനസ്സിലാക്കി അതിന് സപ്പോർട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഇസ്രായേൽ പോലത്തെ ചെകുത്താൻ രാജ്യങ്ങളെ മനസ്സിലാക്കാം. എന്നിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ 4 മന്തിയും കഴിച്ച് നിങ്ങൾ iPhone 17 കാര്യങ്ങളും പറഞ്ഞ് പിരിഞ്ഞാൽ പോരാ. എങ്ങനെ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം? ഇത്രയും ഞങ്ങൾക്ക് അടി കിട്ടി, ഇനിയും ഈ അമേരിക്കനെ വിശ്വസിച്ച് അവർക്ക് കാശും കൊടുത്ത് അവരുടെ ബേസും വെച്ച് നിങ്ങൾക്ക് എന്തൊലക്കെ കിട്ടുന്നത്? അത് അവിടെ ഉള്ളതും ഇല്ലാത്തതും കണക്കാം. ഇപ്പം അവിടെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇത്ര ബോംബ് കിട്ടും, അതിപ്പോൾ ഉണ്ടായിട്ട് നിങ്ങളെ രാജ്യം വരെ ഇല്ലാണ്ടാക്കാൻ ഇസ്രായേലിന് ഇതാന്ന് പറയുന്നത് കഴിയും. എന്തെങ്കിലും ഒരു ചെറുവരൽ പോട്ടെ, ഒരു രോമാനൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല. അതിനേക്കാൾ പറ്റും ഇറാൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലേ, ആ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുള്ള പേടിയിട്ടുണ്ടെങ്കിലും അമേരിക്ക അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്രായേൽ അടുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബോധങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനും പോകാനൊക്കെ വേണ്ടിയിട്ട്. അറ്റ്ലീസ്റ്റ് ഈ വരുന്ന ഒരു ഉച്ചകോടി നിങ്ങൾ വിളിച്ചിട്ടുള്ള ഒരു അറബ് ലീഗ് വിളിച്ചിട്ടുണ്ടല്ലോ, അതിലെങ്കിലും പ്രോപ്പറായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ അറബ് രാജ്യങ്ങൾക്ക് പറ്റട്ടെ എന്ന് നമുക്കിവിടെ ഇരുന്ന് പറയാനല്ലേ പറ്റുള്ളൂ അല്ലേ? അതെ, അറ്റ്ലീസ്റ്റ് അവർക്ക് പറ്റട്ടെ. ഈ യുദ്ധം ചെയ്യാൻ ഇപ്പോൾ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റെന്തൊക്കെ ഉപരോധങ്ങൾ എന്തൊക്കെ പരിപാടികളുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കണം. അതില്ലാണ്ട് നിങ്ങൾ ഈ വെറും വിവരമില്ലാത്ത ഈ എന്താ പറയുക പൊട്ടന്മാരായിട്ട് നടക്കുന്നേക്കാൾ നല്ലത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയുന്ന മറ്റ് രാജ്യങ്ങളോണ്ടും ഈ ശത്രു രാജ്യങ്ങളായിട്ട് നിങ്ങൾ കാണുന്ന ഇറാനെ പോലത്തെ രാജ്യങ്ങളോട് ചോദിച്ചിട്ട് ഇതിനെങ്ങനെ പണി കൊടുക്കാം എന്നുള്ളത് ആലോചിക്കും. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ മുഞ്ചിത്തെറ്റി ഓരോ വർഷത്തിൽ ഓരോ ബോംബ് വന്ന് നിങ്ങളുടെ നാട്ടിലൊക്കെ വെക്കും. അത് വ്യക്തമായിട്ട് നെതന്യാഹു പറയുകയും ചെയ്തു, ഇനിയും ഞങ്ങൾ ബോംബിട്ടും, അത് ഉറപ്പാണ്. അത് ഹമാസിന്റെ പേരിലും പലതിൻ്റെ പേരിലും ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ അമ്മമാർ ബോംബിട്ടും. ബോംബ് കിട്ടുമ്പോൾ അതൊക്കെ അങ്ങനെ എടുത്തോന്ന് പറഞ്ഞ് പോക്കറ്റിലോട്ടിട്ട് അവിടെ അങ്ങ് പൊട്ടിച്ചിട്ട് അവസാനം 4 മന്തിയും തിന്നിട്ട് 4 പെപ്സിയും കുടിച്ച് ഇങ്ങോട്ട് പിരിയാം. അതാവും നന്നാവുക.